ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകും നമ്മളെ കാർ കളക്ഷൻ ആട്ടോ, നമ്മുടെ CPM കാർ കളക്ഷൻ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഫ്രീ കാറായിട്ട് കിട്ടുന്നതാണ് ഫസ്റ്റ് വണ്ടി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ലൈക്ക് ഓടിച്ചു കളിക്കാനായാലും ഒരു ഓൾട്ടോന്റെ ഒക്കെ ലുക്ക്, നമുക്ക് ഒരു ഇന്ത്യൻ ഫീലൊക്കെ കിട്ടും. അതുകൊണ്ട് ഈ വണ്ടി നൈസാണ്. പിന്നെ ഓൾ ഫേവറേറ്റ് താർ ഗൈസ്. ശരിക്കും റാംഗ്ലർ ആണ്, പക്ഷെ നമ്മള് താറിനെ വിളിക്കുള്ളത്, നമ്മുടെ താറാണ്. അപ്പം ഇവനെ ഞാൻ അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ കൊണ്ടുപോയെങ്കിലും വീഡിയോയിലൊന്നും അധികം കാണിച്ചിട്ടില്ല. ഇവനാണ് നമ്മുടെ വണ്ടി. പിന്നെ ഇതെനിക്ക് ഫ്രീ കാർ കിട്ടിയതാണ് കേട്ടോ ഗൈസ്. ഇത് പിന്നെ ഞാൻ ജെയിംസ് ബോണ്ടിന്റെ മറ്റേ വണ്ടി കണക്കിന് CID മൂസയിലെ വണ്ടി, ജെയിംസ് ബോണ്ടിന്റെ വണ്ടിയൊക്കെ ഏകദേശം പോലെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളത് അങ്ങ് സൂക്ഷിച്ചു വെച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ 1 രൂപയ്ക്ക് കൊണ്ടിടും. പിന്നെ ഈ ബെൻസും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിന്റെ ലോഗോ ഒക്കെ തലരിഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് വെച്ചു. പിന്നെ ഇത് ഞാൻ 1,00,000 രൂപയ്ക്ക് മേടിച്ചാട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കിറ്റ് എഴുതി ഇത് GG വർക്ക് ചെയ്താണോ എന്ന് പറയണം ഗൈസ്. എനിക്കിത് GG വർക്ക് ചെയ്താണോ, എനിക്കിതിനെ കുറിച്ച് അറിയും. വണ്ടിയുടെ കോയിൻ കിറ്റ് ഒക്കെ കയറ്റിയിട്ട് വണ്ടി പൊളപ്പനാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു കിറ്റൊക്കെയാണ് ഇതിന് കയറ്റിയിരിക്കുന്നത്. അയ്യോ, അതൊന്നും പോവല്ലേ. നല്ല പൊളപ്പൻ കിറ്റ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇതിന്റെ ഇത്. ഓക്കെ, തൽക്കാലം ഓക്കെ, നമുക്കിനി ബാക്ക് വിറ്റ് വീഡിയോ വരാം. പിന്നെ നമ്മളെ റെവംബ്രോ എനിക്കാക്കി തന്ന കേട്ടോ. ശരിക്കും അങ്ങോട്ടായിട്ടില്ല, നമ്മളെന്തായാലും കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യും. അപ്പൊ ഇതെന്റെ റെവംബ്രോ ആക്കി തന്ന വണ്ടിയാണ്, ഷാജി പാപ്പന്റെ വണ്ടി. ഈ വണ്ടി പിന്നെ എനിക്കൊരു ഒരാള് ഗിഫ്റ്റ് തന്ന കേട്ടോ. എൻ്റെ ഒരു ബിഗിനർ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നാണ്. നമ്മള് പിന്നെ ഈ വണ്ടി ഗൈസ്, ഈ വണ്ടിയാണ് ശരിക്കും എന്നെ ഈ സക്സസിലോട്ട് എത്തിക്കാന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും ഈ ഒരു വണ്ടിയാണ് എന്നെ ഇത്രയും സക്സസ് ആക്കിയത്. കാരണം എന്റെ കയ്യിൽ പൈസ ഇരിക്കുന്ന ഒരു ടൈമിൽ ശരിക്കും ഞാൻ ഈ ഒരു ക്വാഡ്രോൾ 10 lakhs വിറ്റിട്ടാണ് ഞാൻ പൈസ ഫസ്റ്റ് 1 million സമ്പാദിക്കുന്നത്. അതൊരു ഡ്രീം തന്നെ ആയിരുന്നു. പിന്നെ ഈ വാൻ, ഇത് ഞാൻ എന്റെ യൂട്യൂബ് കൂടുതൽ യൂട്യൂബറും ഒക്കെ ആക്കുന്ന പോലെ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ അടിച്ചാണ് ആക്കിയിരിക്കുന്നത്. ഈ സുപ്ര പിന്നെ ഞാനൊരു ഡോഡ്ജ് ആയിട്ട് എക്സ്ചേഞ്ച് എടുത്താണ്. ഇത് 1600 HP ഉണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങ് പണിഞ്ഞെടുത്തു. ഈ കിറ്റൊക്കെ പിന്നെ ഇത് വാങ്ങിയപ്പോഴേ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനൊരു ഡോഡ്ജ് കൊടുത്തെടുത്താണ്. പിന്നെ സിവിക്ക്, ഇത് ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല, എല്ലാം വരുന്നതാണ്. ഇനി എല്ലാ വണ്ടിയും ഞാൻ വർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ കാർ കളക്ഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഈ വണ്ടിയെ കുറിച്ച് ഞാൻ പറയണ്ട, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കാഡിലാക്ക് എസ്കലേറ്റഡ്. ഗൈസ്, ഈ വണ്ടി ശരിക്കും 3,50,00,000 രൂപയ്ക്ക് മേടിച്ചതാണ്. നല്ല രസമായിട്ട് കേട്ടോ ഈ വണ്ടി കാണാൻ. ഇതിന്റെ ഇന്റീരിയർ ആയാലും പിന്നെ 8 സീറ്റർ ആണ് വണ്ടി. ഇതും അതുപോലെ ചെറിയ പൈസക്ക് കിട്ടിയപ്പോ ഞാൻ എടുത്തൊരു വണ്ടിയാണ്. പിന്നെ ഈ ഡോഡ്ജി ചുമ്മാ ഞാൻ വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. എനിക്ക് ഇതിന്റെ അകത്ത് ഇനി വർക്കൊക്കെ എടുക്കാനുണ്ട്. എന്റെ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് തീമിലേക്ക് ആക്കണം. പിന്നെ ഇത് നമ്മളെ പോളോ ഗൈസ്, അല്ലെങ്കിൽ ഗോൾഫാണ് ശരിക്കും. അപ്പൊ ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഈ വർക്കൊക്കെ ചെയ്ത് നല്ല കിട്ടില്ലോ. അപ്പൊ തൽക്കാലം ഞാൻ ചുമ്മാ കുറെ സ്റ്റിക്കറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ X7. ഇതൊരു എന്റെ ഡ്രീം കാർ എന്ന് പറയാം. കാരണം അത്ര ആഗ്രഹിച്ചു നടന്നൊരു വണ്ടിയാണ്. പക്ഷെ കിട്ടാതായപ്പോഴത്തേക്കും കുറെ സാക്രിഫൈസ്, പിന്നെ കുറെ കഷ്ടപ്പെട്ട് കഴിച്ചു ഈ വണ്ടി എടുക്കാൻ വേണ്ടി. ഇത്രയും കിടിലൻ വണ്ടി ഞാൻ കണ്ടിട്ടില്ല, അത്ര സൂപ്പർ വണ്ടി. ഇത് പിന്നെ ചുമ്മാ അടിച്ചു വെച്ചാണ്, എന്തൊക്കെ ചുമ്മാ കുറെ സ്റ്റിക്കറൊക്കെ അടിച്ചു വെച്ച് ആണ്. പിന്നെ ഇത് പിന്നെ നമ്മുടെ M2 ഗൈസ്. ഇതിനെ കുറിച്ച് ഒന്നും പറയല, കിട്ടില്ല വണ്ടി ഗൈസ്.
അതായത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ആക്കി ഇട്ടാലും അതിന്റെ ആ ലുക്ക് സീനാണ്. പിന്നെ ഇതിന്റെ ക്യാമറ കേട്ടോ, ഇത് ഞാൻ ചുമ്മാ ഒരു ഐഡന്റിറ്റി കാറൊക്കെ പോലെ ഞാൻ ചുമ്മാ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ അത്യാവശ്യം ഇപ്പൊ എല്ലാത്തിലും പോകും. പിന്നെ ഇതൊരു പണ്ട് ഒരു ഓഫ് റോഡ് എന്റെ കൂട്ടുകാരന്റെ കൂടെ പോവാൻ വേണ്ടി ഞാൻ എടുത്തൊരു വണ്ടി കേട്ടോ. റെവൻ ബ്രോന്റെ കൂടെ ഓഫ് റോഡ് പോകാൻ നേരം ഒരു വണ്ടി എടുത്തതാണ്. പിന്നെ ഈ മെഴ്സിഡീസിൽ മറ്റേ ഈ വർക്കൊക്കെ ചെയ്ത് ഞാൻ തന്നെ വർക്ക് അടിച്ചതാണ്. പിന്നെ ഇതിന്റെ ഈ കിറ്റൊക്കെ എനിക്ക് കയറ്റി ഒരാള് ഗിഫ്റ്റ് തന്ന കേട്ടോ. ഇത് നമ്മളെ ഫേക്ക് ലാഫറാറൊക്കെ ഒത്തില്ല. ആദ്യം കിടിലാന്ന് വിചാരിച്ച് ലാസ്റ്റ് ഒത്തില്ല ഗൈസ്. ഇതാണ്ട് ഇങ്ങനെ ആയിപ്പോയി. ഫ്രണ്ട് ഒരു സുഖമില്ലാതെ പോയി. എനിക്ക് എന്റെ നടുക്കുള്ള വരയൊന്നും ആക്കണം, പക്ഷെ അതൊക്കെ ആക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ചുമ്മാ പഠിച്ചിട്ടാണ്, ചുമ്മാ എന്തൊക്കെ സ്റ്റിക്കറൊക്കെ അടിച്ച് ചുമ്മാ പോയിരിക്കുമ്പോ ഇത് എനിക്ക് റെവംബ്രോ വന്ന കേട്ടോ. റെവംബ്രോ എനിക്ക് ദുബായ് പോലീസിന്റെ വണ്ടിയാക്കി തന്നാണ്. ആ പോലീസ് ലൈറ്റിന്റെ കൂടെ ഇതുണ്ട് ഗൈസ് നമുക്ക്. ഇത് പിന്നെ ഞാൻ അറിയാതെ 40 ലക്ഷം രൂപയ്ക്ക് പൊട്ട വണ്ടി മേടിച്ചു. എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഫോർഡ് GT ആയതുകൊണ്ട് നമ്മൾ അങ്ങ് വെച്ചു. ഈ ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതായത് ശരിക്കും ഈ ബസ് കിട്ടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ സെർവറിൽ പോയിട്ട് ബസ്സിന്റെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിച്ചോണ്ടിരുന്നപ്പം ബസ് വേണമെന്നൊരു പുള്ളിക്കാരൻ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഞാനും വേറൊരു പുള്ളിക്കാരനാണെന്ന് പറഞ്ഞു. അന്നേരം ആദ്യം കൊണ്ടുവന്ന ഒരു പുള്ളിക്കാരന് ഈ ബസ് കൊടുത്തേ. അന്നേരം ഞാൻ വിളിച്ചു, ബ്രോ ഞാനല്ലേ ആദ്യം ചോദിച്ചേ, എനിക്ക് കിട്ടിയില്ല, എനിക്ക് വിഷമായിന്ന് പറഞ്ഞു. 1 രൂപയ്ക്കാണ് ആദ്യം ഉള്ളൊക്കെ സെല്ല് ചെയ്ത് എനിക്കും കൊണ്ടുവന്ന്. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ലോബിയിൽ പോയി പുതിയ ബസ് കൊണ്ടുവന്ന് എനിക്ക് സെല്ല് ചെയ്തു. ഞാനത് ഞെട്ടിപ്പോയി. ഇതുകൊണ്ട് ഈ കൊടിയൊക്കെ പുള്ളിക്കാരൻ വെച്ചെന്നാണ്. ഇങ്ങനെയുള്ള പരിപാടി കോയിൻസ് ഇറക്കാറില്ല ഗൈസ്. പിന്നെ ഇത് നമ്മള് റെവംബ്രോന്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇറക്കിയതാണ് ഗൈസ്. ഈ ഒരു വണ്ടി ഇത് ഞാൻ ചുമ്മാ വാങ്ങിയിട്ടാണ്. പിന്നെ ഈ വണ്ടി ഞാൻ പണ്ട് എപ്പോഴോ എനിക്ക് ഒരു ഓഡിയുടെ RS7 ഉണ്ടായിരുന്നു. ഇതെന്താണ്? കുറച്ചുകൂടെ ഇത് വൈറ്റ് കളറാണ്, കുറച്ചുകൂടെ പ്രീമിയം ഫീല് തോന്നിക്കും ഗൈസ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു F1 ഉണ്ടായിരുന്നു. ആ F1 ആണെങ്കിൽ 65ന്റെ മുകളിൽ സ്പീഡ് കയറത്തില്ല. അപ്പൊ അത് എക്സ്ചേഞ്ച് എടുത്താണ് ഓഡിയുടെ RX7. ഇത് ഞാൻ പിന്നെ അറബിക് സെർവർ തെണ്ടിയപ്പോ ഒരു 89,000 ഒരു 90 ലക്ഷം രൂപ കിട്ടിയ വണ്ടിയാണ് ഗൈസ് ഇത്. ശരിക്കും 89,999,999 രൂപയ്ക്ക് കിട്ടിയ വണ്ടിയാണ് ഗൈസ് ഇത്. 90 ലക്ഷം കൂട്ടിയാൽ മതി. പിന്നെ ഈ വണ്ടിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. ഇതെന്റെ വലിയൊരു ഡ്രീം ആയിരുന്നു. ഈ വണ്ടി എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ആണ് ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ലെജൻഡ് ഫീലാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇനി ഈ വണ്ടി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല. പിന്നെ ഇത് i7 ആണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഇതിന്റെ അപ്ഡേറ്റ് വന്നപ്പോ തന്നെ എനിക്ക് കിട്ടിയാണ്. ഇത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ G90. ഇതും ഞാൻ അതുപോലെ ഒരു പേട്ട കാർ എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ്. പിന്നെ ഇവനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. നമ്മുടെ ഐഡന്റിറ്റി വണ്ടിയാണ്. ഈ ടയറിലുള്ള സംഭവം എനിക്കൊരു മച്ചാനാക്കി തന്നാണ്. അതുപോലെ ഈ ഡിഫൻഡർ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വണ്ടിക്ക് വേണ്ടി. കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കില്ല. ലാസ്റ്റ് എനിക്കൊരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ എടുത്തു തന്നു. LC ഒക്കെ പിന്നെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാന്നുകൊണ്ട് ഇത് ഞാൻ സുമതി വളവിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട നമുക്ക് X7 എടുക്കാന്ന്, അങ്ങനെ എടുത്തതാണ്. X7 പിന്നെ തീയാണ്, ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഇതാണല്ലോ ഓടി. ബാക്കിയൊക്കെ ഉള്ളതെല്ലാം ഒരു ആവറേജ് കാസാണ്. ഈ കോർവെറ്റ് എനിക്ക് 1 രൂപയ്ക്ക് കിട്ടിയതാണ്. അതും ഒരു ഫ്രണ്ട് തന്നാണ്. ഇത് കിടിലം വണ്ടി കേട്ടോ. എനിക്ക് ഇതിന്റെ ലുക്ക് കാരണമാണ് ഡോഡ്ജ് വൈപ്പർ എടുത്ത. പിന്നെ ഒരു പ്രീമിയം കാറുമാണ് ഇത്. നമ്മുടെ മെഴ്സിഡീസിന്റെ S ക്ലാസ്, പുതിയ S ക്ലാസ്.
ഇത് ഇത് അത്യാവശ്യമൊക്കെ ഇഷ്ടമാണ്, ഒരു പ്രീമിയം ഫീലൊക്കെ കിട്ടും. ഇത് തന്നെ ഞാനൊരു മാഫിയ ലുക്കി കൊണ്ടു നടക്കുന്ന ഒരു കള്ളിനാട്ടോ. ഞാൻ ഈ ഒരു ഗെയിമിൽ ഇതുവരെ ഞാൻ ടോപ്പ് 5 പൈസ റിയൽ മണി ഇറക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് കിട്ടി കേട്ടോ ഈ ബെൻസ്, വെറും 5 ലക്ഷം രൂപയ്ക്ക്. എനിക്ക് വന്ന പുള്ളിക്കാരൻ്റെ ഒരു 0 കുറഞ്ഞു പോയതാണ്. ഇതങ്ങനെ എനിക്ക് ഒന്ന് 4 ലക്ഷം രൂപയ്ക്ക് കിട്ടിയ ജീപ്പാന്ന് തോന്നുന്നു, അത്ര കിട്ടിയുള്ളൂ. ഈ ബഗ്ഗി ഞാൻ അധികം പൈസ കൊടുക്കും, എനിക്ക് ബഗ്ഗി അത്രക്ക് ഇഷ്ടമൊന്നുമല്ല. ഓക്കെ, ഇനിയിപ്പോ ബഗ്ഗി എക്സ്ചേഞ്ച് ചെയ്ത് ആരെങ്കിലും നല്ല വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ എൻ്റെ ID ഈ ഒരു വീഡിയോയുടെ ഇത് കൊടുത്തേക്കാം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്, നിങ്ങളൊരു കളിക്കുന്നൊരു ടൈം കമന്റ് ചെയ്യുക, ഞാൻ എൻ്റെ ID തരാം. എന്നിട്ട് നിങ്ങൾ അതായത് ഞാൻ മിക്കവാറും ഒരു പറയാൻ പറ്റില്ല, എന്തായാലും ഈ ഒരു വീഡിയോ ഇടുന്നന്ന് ഞാൻ ഫുൾ ടൈം CPM കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ ID കമന്റ് ചെയ്യില്ല. ഇപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് കമന്റ് ഇട്ടാൽ മതി. പിന്നെ ഗൈസ്, ഇത് മെക്ലാരൻ, ഇതും എനിക്ക് അങ്ങനെ 50 ലക്ഷം രൂപയ്ക്ക് കിട്ടി കേട്ടോ. എനിക്കിത് ഇഷ്ടമാണ്. ഇതിന്റെ ഉള്ളിലൊരു ആനിമേഷൻ ഉണ്ട്, നമ്മളതായത് ഈ വണ്ടി കയറി അതിന്റെ ക്ലസ്റ്റർ തിരിഞ്ഞു വരുന്നേ. ഷിറോ പിന്നെ നെക്കാത്ത് ഫേവറേറ്റ് ആണ്. പണ്ട് ഞാനൊരു നൂബ് അക്കൗണ്ടിൽ ഉള്ള ഒരു നൂബായിരുന്നു. അന്നേരം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് കേട്ടോ ഷിറോൺ. അന്നേരം എനിക്ക് പണ്ടുപോലെ ബുഗാട്ടിയോട് ഒരു താല്പര്യമാണ്. പിന്നെ ഇതും സെന്നാൻ, ഇത് അടിപൊളി വണ്ടിയൊക്കെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതെ കൈ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഇതിന്റെ ലുക്ക് ഉണ്ടല്ലോ, തീയാണ്. എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഇത് ഞാൻ കോർവെറ്റ് കൊടുത്തിട്ട് റെവാംബ്രോയ്ക്ക് കോർവെറ്റ് കൊടുത്തെടുത്തൊരു പഗാനിയാട്ടോ. ഞങ്ങളങ്ങനെ ഇടയ്ക്ക് ഡീലൊക്കെ നടത്താറുണ്ട്. ഇത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അങ്ങേ അറ്റമാണ്. കാരണം ഈ ഒരു ബാനർ ആയാലും എല്ലാം പിന്നെ ഒരു ഫ്രീക്കാണ്. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിലയൊന്നുമില്ല. പക്ഷെ ഇതെന്തിനു ഏറ്റവും ലാസ്റ്റ് കൊണ്ടിട്ട് വെച്ചതെന്ന് എനിക്കറിയത്തില്ലേ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്റെ കാർ കളക്ഷൻ ഗൈസ്. അപ്പം ഞാനിപ്പോ എന്റെ കാർ കളക്ഷൻ ഇനി ഞാൻ അപ്ഗ്രേഡ് ചെയ്യും, പിന്നെ കുറെ ഡിസൈൻ ഒക്കെ അടിക്കാം. എന്നിട്ട് ഞാൻ എന്തായാലും നമുക്ക് കാർ കളക്ഷൻ അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പൊ 49 ആയുള്ളൂ, ഇനി എനിക്ക് കൂട്ടണം. ഇതിങ്ങനെ മാറി കളിക്കുന്നതാണ് എനിക്കങ്ങനെ. പിന്നെ ഗൈസ്, നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ എന്ത് വീഡിയോ ഇടണം, അടുത്ത വീഡിയോയിൽ എടുക്കേണ്ട കാർ ഏതാന്ന് നിങ്ങൾ പറയുക ഗൈസ്. പിന്നെ അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കാർ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, എന്തായാലും എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.